അപ്പോൾ ഹലോ, ഇന്ന് എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ഡിസംബർ 9 ഇന്ന് എൻ്റെ ഫൈനൽ എക്സാം, ഫസ്റ്റ് എക്സാം ആണിന്ന്. അപ്പോൾ എക്സാമിന് പോകാൻ വേണ്ടി ഞാൻ റെഡി ആയതാണ്. ഇവിടെ വൈകുന്നേരം ഇപ്പോൾ സമയം എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാൻ വേണ്ടിയാണ്, വേറെ പ്രത്യേകിച്ച് പഠിച്ചു. മനസ്സിലായോ? പുത്തൻ ഡ്രസ്സെന്നൊക്കെ, പുത്തൻ ഡ്രസ്സ് ഇട്ടാണ് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് എക്സാമാണ്. 6:30 to 7:30 8 വരെയാണ് സമയം. 1 മണിക്കൂർ എന്താണുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് പോവാണ്. ഇവിടെ സമയം 4 മണി 4:15. മഞ്ഞാണ്. ഞാൻ വണ്ടി നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കയറിയിരിക്കാൻ നമ്മൾ മരച്ചു പോകും. ഓ, ഫ്രീസിങ് റെയിനാന്ന് തോന്നുന്നു. സൗണ്ട് കേൾക്കാവോ? ഇന്ന് മഞ്ഞ് പെയ്തില്ലായിരുന്നു, ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി നേരത്തെ ഇറങ്ങുവാണ്. 2 മണിക്കൂർ മുമ്പെങ്കിലും ഇറങ്ങണം, കാരണം നമുക്ക് അത്ര പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. ഇന്ന് എൻ്റെ കൂടെ അനുവും ഏട്ടനും വരുന്നുണ്ട്. അനു ഒന്ന് ഓഫ് എടുത്തു, ഏട്ടനൊന്ന് ഓഫാണ്. അപ്പോൾ ഇന്ന് അവർ രണ്ടുപേരും എൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ബോറടിക്കത്തില്ല. ഞാനിന്ന് നൈറ്റ് കഴിഞ്ഞ് വന്ന് ഉറങ്ങി, അത്യാവശ്യം ഉറങ്ങി, 5-6 മണിക്കൂറൊക്കെ ഉറങ്ങി, ധാരാളം. അപ്പം ഇനി കാണാം. അപ്പം ഞാനിന്ന് ജാക്കറ്റ് മാറി. ഇന്നെൻ്റെ പിങ്ക് ജാക്കറ്റാണ്. അനു റെഡിയായി. ഞങ്ങൾ ഏട്ടന് വേണ്ടി പറ്റി എൻ്റെ പഴയ ജാക്കറ്റ് എടുക്കാൻ പോകുന്നുണ്ടോ. സോ ഞങ്ങൾ വളരെ പെട്ടെന്ന് വണ്ടി കയറി. മഴയായിരുന്നു, അപ്പോൾ എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫ്രീസിങ് റെയിനാണ്, മഴ, ഇങ്ങനെ ഐസ് മഴ. റോഡൊക്കെ ഇപ്പം തന്നെ പോയോ ചെറുതായിട്ട് ലൈറ്റായിട്ട്. ഇവിടെ രാത്രിയായി, 4:23 ആയതുകൊണ്ട്. ഇനി പോകുന്ന വഴി പ്രത്യേകിച്ചൊന്നുമില്ല. ഈ നേരത്തെ വീഡിയോയിലുള്ള പോലെയൊക്കെ തന്നെ ഇങ്ങനെ മഞ്ഞ്, മഴ, വെറും റോഡ്, ബാക്ക് സൈഡ്. കോളേജ് ചെന്നിട്ട് കാണാം. നേരത്തെ എന്നാ മതി. നല്ല മഞ്ഞാണ് കേട്ടോ. അന്ന് ഞാൻ വന്ന പോലെ തന്നെയാണ് ഏകദേശം. അന്ന് ഞാൻ വന്നില്ലേ, അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഏകദേശം. നല്ല മഞ്ഞാണ് വഴിയിലെല്ലാം. അതുകൊണ്ട് തന്നെ ലേറ്റായി. 6:00 പരീക്ഷ. സമയം 6:40. മഞ്ഞ് പെയ്യുന്നുണ്ട് ഇപ്പോഴും. നല്ല തണുപ്പുണ്ട്. ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. ബിൽഡിങ്ങിൻ്റെ ഇനി ക്ലാസ് കണ്ടുപിടിച്ച് കയറാണ്. സമയമുണ്ടോയെന്ന് അറിയില്ലല്ലോ. എക്സാം ക്ലാസ് കണ്ടുപിടിക്കണം. കയറാൻ പോവാണ്. സമയമില്ല, ഓൾറെഡി ലേറ്റായി. അപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇതിനൊരു നമ്പറുണ്ട്, ഡേ 117 അപ്പോൾ ഇവിടെ ആയിരുന്നു എൻ്റെ എക്സാം. ഞാനിപ്പോൾ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഇപ്പം ഞാൻ വാഷ്റൂം വന്ന കാരണം അവിടുന്ന് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രൊഫസർ വന്ന് പറഞ്ഞു, കാരണം ബഹളമാണ്, എക്സാം ആണെന്ന് പറഞ്ഞു. സോ എക്സാം കുഴപ്പമില്ലായിരുന്നു. ഇത് ഓൺലൈൻ ആയിരുന്നു, ബട്ട് സ്റ്റിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള എക്സാം ആയിരുന്നു. സിസ്റ്റം ബേസ്ഡ് ആയിരുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം തന്നെ നമുക്ക് മാർക്ക് അറിയാം. 60-ൽ 52. 8 മാർക്ക് എവിടെ പോയെന്ന് എനിക്കറിയില്ല, ചോദിക്കരുത്, പോയി, സാരില്ല. 52 കൊണ്ട് എനിക്ക് ധാരാളം മതി 60-ൽ. കാരണം ഏതെങ്കിലും ട്രൂ ഓർ ഫോൾസ് തെറ്റിപ്പോയതായിരിക്കും. അപ്പം അങ്ങനെ കുഴപ്പമില്ല. ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചായിരുന്നു, കാരണം ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞാൻ 15 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വന്നത്. ബട്ട് സ്റ്റിൽ എല്ലാം ഓക്കെ ആയിരുന്നു. എക്സാമൊക്കെ ഞാൻ 15 മിനിറ്റിനുള്ളിൽ എക്സാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. ഇപ്പോൾ ഇവിടെ 7 മണി ആയതേ ഉള്ളൂ. അപ്പോൾ ഇനി ഒന്ന് വാഷ്റൂമിൽ വന്നാണ്. ഇനിയിപ്പം അവരെ വിളിക്കണം. ഏട്ടനും അനുവും അവരവിടെ സ്റ്റുഡൻസിൻ്റെ ഒരു വേറെ ബിൽഡിംഗ് ഉണ്ട്, അവിടെയാണ് അവരിയ്ക്കുന്നത്. സോ എക്സാം കഴിഞ്ഞു. പറഞ്ഞ പോലെ തന്നെ ഇനി ഞാൻ അവരെ വിളിക്കാൻ പോവാണ്. അനുവും ഏട്ടനും അവർ വേറൊരു സ്ഥലത്ത്, വേറൊരു ബിൽഡിങ്ങിലാണ് അവരിയ്ക്കുന്നത്. ഞാൻ വണ്ടിയിൽ ചെന്നിരുന്ന് വണ്ടിയിൽ നിന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് അവരെ വിളിക്കാമെന്ന് ഓർക്കുന്നു. അല്ല പിന്നെ അവർ വന്നാൽ തണുപ്പത്തിരിക്കണം. നല്ല വെളിയിൽ വെതർ അത്ര രസമില്ല. വരുന്ന വഴി ഫുള്ള് ഫ്രീസിങ് റെയിലായിരുന്നു. പിന്നെ ഒട്ടാവ എത്താറായപ്പോഴത്തേക്കും നല്ല സ്നോയും ആയി. അപ്പോൾ അങ്ങനെ. സോ എക്സാം കൊള്ളായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് കാണാൻ സാധിക്കുന്നില്ലേ. ഇനി ഞങ്ങൾ ചിലപ്പോൾ കോസ്കോ വരെ ഒന്ന് പോകും. കുറച്ച് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞങ്ങൾ 3 പേരും കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒന്ന് വെളിയിൽ ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് വരുന്നത്. എന്നാലും ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഞങ്ങൾ 3 പേരും കൂടി ഇറങ്ങുന്നത്. അനുവൊന്ന് ഓഫ് എടുത്താണ്, ഏട്ടനൊന്ന് ഓഫാണ് ആക്ച്വലി. അങ്ങനെ എനിക്കിന്ന് ജോലിയില്ല. എക്സാം ആയതുകൊണ്ട് തന്നെ ഫൈനൽ വീക്കാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ എനിക്ക് പരീക്ഷയുണ്ട്. സോ ഈ 5 ദിവസം ഞാൻ ഓഫാണ്. നോ കോംപ്രമൈസ് അറ്റ് ഓൾ. പരീക്ഷ, എക്സാം ഇതോടുകൂടി തീരുമല്ലോ. അപ്പോൾ ഈ 5 ദിവസം ജോലിയില്ല, ജോലി ചെയ്യുന്നില്ല, ജോലിയിൽ നല്ല ജോലി ചെയ്യുന്നില്ല, ഓഫ് എടുത്തേക്കുവാണ് ഞാൻ.
അപ്പോൾ ഇനി വണ്ടിയുടെ അടുത്ത് ചെന്ന് നോക്കട്ടെ, വെളിയിലെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. അതും കൂടെ ചെറിയൊരു വീഡിയോ എടുക്കാം. കാരണം തണുപ്പാണ്, ഒത്തിരി നേരം എനിക്ക് വെളിയിൽ ഇങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല, അതാണ്. അപ്പോൾ ഇനി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങട്ടെ. വാഷ്റൂമിൽ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെയായിരുന്നു എൻ്റെ ക്ലാസ്. ഇനി വെളിയിലോട്ട് പോകണം. അതായത് ഞാനിപ്പോൾ വെളി വന്നു. കണ്ടോ, ഇവിടെ സ്നോ ഉണ്ട്, സ്നോ പെയ്യുന്നുണ്ട്. സ്നോ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. കണ്ടോ, മഞ്ഞാണ്, സൂക്ഷിച്ചു നടന്നില്ല തെന്നി വീഴും. കാണാൻ മാത്രമേ രസമുള്ളൂ. ഞാനിതെല്ലാ വീഡിയോയിലും ഞാൻ പറയും, കാണാൻ മാത്രമേ ഇത് രസമുള്ളൂ. നടക്കുന്നവർക്കും വണ്ടിയെ പോകുന്നവർക്കും, അതായത് ഇവിടെ ജീവിക്കുന്നവർക്കും മഞ്ഞുള്ളടത്ത് ജീവിക്കുന്നവർക്കും ഒരിക്കലും രസമുണ്ടാവും. ഇതിപ്പോൾ ഈ ഡ്രൈവേയിലെ മഞ്ഞിച്ചിരി കളഞ്ഞതാണ്. അതിപ്പോൾ വണ്ടിയുടെ പാടൊക്കെ ഉണ്ട്. ആ പോകുന്ന ലൈറ്റുള്ള വണ്ടി ഇങ്ങനെ മഞ്ഞ് കളഞ്ഞ ഇവിടെ ഡ്രൈവേ അല്ല, എന്താ ഈ പറയുന്നത്, ഫുട്പാത്ത്, അതായത് നമ്മൾ നടക്കാനുള്ള സ്ഥലം, വാക്ക് വേ എന്നൊക്കെയാണ് ഇവർ പറയുക. നല്ല തണുപ്പുണ്ട്. ഞാൻ എൻ്റെ കൈ മരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, മറ്റേ കൈ പോക്കറ്റിലാണ്. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് കയറിയിട്ട് വണ്ടിയുടെ അടുത്ത് ചെന്നിട്ട് വിളിക്കാം. ശരി. അവസാനം ഞാൻ ഓടി വന്ന് വണ്ടിയിൽ കയറി. മഞ്ഞും തണുപ്പും മാത്രമല്ല, നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്ന തണുപ്പ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഇതിപ്പം ഫ്രോസൺ ആയിട്ടിരിക്കുന്നതാണ്. വൈപ്പർ ഇട്ടിട്ട് കാര്യമില്ല. ഞാൻ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഹീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി അവരെ വിളിക്കണം. വിളിച്ചല്ലേ ഞാൻ വിളിക്കാൻ പോവാം. അവരിതോ ആ ബിൽഡിങ്ങിലാണ്. എൻ്റെ എക്സാം ഈ ബിൽഡിങ്ങിലായിരുന്നു. ഫസ്റ്റ് എക്സാം ഡൗൺ. ഇനി 4 കൂടെ ഉണ്ട്. നാളെ ഉണ്ട്. നാളെയും വൈകുന്നേരമാണ്. നല്ല വെതർ ആയാൽ മതിയായിരുന്നു. ലേറ്റായിട്ടാണ് ഞാൻ ചെന്നത്, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ കോളേജിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി ഞങ്ങൾ കോസ്കോയിൽ വന്നാണ്. കണ്ട, ഇതെൻ്റെ കോളേജിനടുത്തുള്ള കോസ്കോ. കണ്ട, ചെളി കോസ്കോയ്ക്ക് ഇറങ്ങി നമുക്ക് മെമ്പർഷിപ്പ് വേണം. കണ്ടോ, തൊണ്ടയിലേക്ക് അകത്തുള്ളൂ. സോ ഞങ്ങളിപ്പോൾ അകത്ത് കയറി. ഇറ്റ്സോബഡ. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, വെയർ ഹൗസ് പോലെ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ഇതിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ഇവർ സെല്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ പല സാധനത്തിനും വില കുറവാണ്. ബൾക്കായിട്ട് എടുക്കാനൊക്കെ ആണെങ്കിലാണ് ഇത് നല്ലത്. പിന്നെ ഇലക്ട്രോണിക്സ് കണ്ടോ, ടി വി ഒക്കെ ഉണ്ട് ഇരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര വില കുറവാണ്. അങ്ങനെ വിലക്കുറവല്ല, കമ്പയർ ടു അതേഴ്സ് വിലക്കുറവാണ്. അങ്ങനെ എല്ലാ സാധനവും ഇങ്ങനെ ബൾക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. കുഞ്ഞ് ഈ 1/2 കിലോ 3/4 കിലോയുടെ സെറ്റപ്പ് ഒന്നുമില്ല ഇവിടെ. മിനിമം 5 കിലോ അങ്ങനെ ഒരു ഇതില്ല. അതാണ്. എൻ്റെ ഫ്രണ്ട് 2 പേര് പോകുന്നുണ്ട്, മൈൻഡൊന്നുമില്ല. അതിപ്പോൾ ക്ലോത്തിൻ്റെ സെക്ഷനാണ്. ഇവിടെ ഇങ്ങനെ എല്ലാം ഉണ്ട്. കണ്ടോ, ഇങ്ങനെ വെയർ ഹൗസ് ആ ഒരു രീതിക്കാണ് ഫുള്ള്. ഇലക്ട്രോണിക്സ്, മറ്റേ ഉപ്പോട്ട് കർപ്പൂരം വരെ സെറ്റപ്പിലാണ്. ഇപ്പോൾ ബേക്കറി സെക്ഷനാണ്. ഇവിടെ ബ്രെഡ്, ഇങ്ങനെ ബേക്കറി, കുക്കീസ്, കേക്ക് എല്ലാം ഇങ്ങനെ കുറേശ്ശെയൊന്നുമല്ല. കണ്ടോ, നമ്മുടെ അല്ലാത്ത കടയിലൊക്കെ ഇതിൻ്റെയൊക്കെ പകുതി 3 കിട്ടില്ലേ. ഇവിടെ ഇത്രയും വലുതാണ്. കേക്ക് സെക്ഷൻ ഇതാണ്. ഏതാ വലുത്? ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു മാതള നാരങ്ങയുടെ വലിപ്പം ഒരു തേങ്ങയുടെ അത്രയും തോന്നില്ലേ? എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയോ? എന്തല്ലേ? ഇവിടെ ഗ്രേപ്സ്, മാംഗോ, പിന്നെ എന്തോ പേരറിയാം, ചെസ്നട്ട് എന്നാണ് പേര്. ബട്ട് ഇത് എന്താ സാധനം എന്ന് എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടുമില്ല. ഇതും എന്തോ ഒരു എന്താണ് പെർസിമൻസ്, എനിക്കറിയില്ല കേട്ടോ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന്. ഒന്നും മേടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളത് ഇത്രയും സാധനം മേടിച്ചു. $100-300 സാധനമാണ്.
അതായത് ഒരു 10-15 സാധനം മേടിച്ചപ്പോൾ തന്നെ $300 അപ്പം അതെന്താണെന്നൊന്ന് പരുതുന്നതാണ് അവിടെ നോക്കണത്. ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ കള്ളക്കണക്കാണോ എന്ന് അറിയണ്ടേ. അങ്ങനെ കൈ നിറയെ സാധനങ്ങളും നിറയെ പൈസ നഷ്ടവുമായി ഞങ്ങൾ വീണ്ടും കോസ്കോയിൽ നിന്ന് വെളിയിലേക്ക്. അപ്പം ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറിയും ഇനി ഇത്ര നേരമായല്ലോ, ഇപ്പം എന്തെങ്കിലും ഞം കഴിക്കണം. അപ്പോൾ ദോശക്കടയിൽ പോകാമെന്ന് കരുതുന്നു. ഞാൻ ഇച്ചിരി വണ്ടി ഇച്ചിരി ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. ഞങ്ങളങ്ങനെ ഇവിടെ വന്ന് കയറിയിരുന്നു. ഇനി എന്തെങ്കിലും തിന്നണം, വിശന്നിട്ട് പോകണം. കണ്ടോ, ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഒട്ടവരെല്ലാം ദോശക്കി. പക്ഷെ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. യെസ്, ഞാനിപ്പോൾ 5 മണിയിൽ വന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ അപ്പറ്റൈസറായ മെതുപടിയും ചിക്കൻ 65 വന്നു. എനിക്ക് വട വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവർ രണ്ടുപേരാണ് ഉഴുന്നോട. എനിക്കിഷ്ടമില്ല. എനിക്കൊന്നും ഇഷ്ടമില്ലെന്നല്ല, എനിക്ക് വേണ്ട, എനിക്കിഷ്ടമാണ്. ഫൈനലി ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ഞാനും ഏട്ടന നെയ് റോസ്റ്റ്, മസാല ദോശ. വിശക്കുന്നു. ചിക്കൻ 65 നമുക്ക് തീർന്നു. പെട്ടെന്ന് കഴിക്കാം, ബില്ല് പേ ചെയ്യാം, ഇത് പോവാം. ഇനി എത്രയെങ്കിലും. അങ്ങനെ അംഗം കഴിഞ്ഞിരിക്കുകയാണ്. അങ്കത്തട്ട് കണ്ടോ, എല്ലാവരും ഫുഡ് കഴിച്ചു, വേസ്റ്റ് ഒന്നും ആക്കിയില്ല. ഇനി പോണം. ഞങ്ങൾ വീട്ടിൽ വന്നു. വണ്ടിയുടെ കോലം കണ്ട, ഇതാണ് വണ്ടിയുടെ അവസ്ഥ. എങ്കിൽ നമ്മുടെ അവസ്ഥ എങ്ങനെയാവുമെന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇരുട്ടെന്താണെന്ന് വെച്ചാൽ രാത്രിയാണ്, വെട്ടമില്ല. വീട്ടിൽ വന്നു, നല്ല മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഇന്നത്തെ എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇനി നാളെ ഉണ്ട്.